Every child is a canvas waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Admission open for the academic year 2026-27. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ 45ാമത് വാർഷിക പൊതുയോഗവും ഭാരവാഹി തിരഞ്ഞെടുപ്പും ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ 45ാമത് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബു അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ നിർവഹിച്ചു. പല രീതിയിൽ സഹായിക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ മാസം നമ്മുടെ കാല യൂണിറ്റിൽ പൊതുയോഗത്തിന് പോയപ്പോ അവിടെ വ്യാപാര ഭവൻ വേണം. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഹംസിക വൈസ് പ്രസിഡന്റാണ്. മക്കളില്ല, ഒരു 5-10 കോടി രൂപയുടെ മുതലുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചോടൊപ്പം പറഞ്ഞു, ഹംസിക്കോട് പറഞ്ഞേ, ഹംസിക വ്യാപാര ഭവന്റെ കാര്യം എടുക്കണം, താങ്കളാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ള ആള് എന്ന് പറഞ്ഞ് പൊതുയോഗം കൈയടിച്ച് അംഗീകരിച്ചു. വെറുതെ ഉത്തരവാദിത്തം പോലെ അത് വർക്കൗട്ട് ചെയ്യണ്ടേ. ഭൂമി മേടിക്കണം. അപ്പൊ എന്തായാലും ഭൂമി മേടിക്കാനുള്ള 10-25 ആളുകളുണ്ട് അവിടെ. ഭൂമി മേടിക്കാനുള്ള ആസ്തി അവിടെ ഇല്ല. ഹംസിക കൊടുക്കുന്നു, എന്ത് ഭൂമി കൊടുക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞേ, ഒരേക്കർ 60 സെന്റ് കൊടുക്കണം, അതിനെങ്ങനെ കൊടുക്കണം? ഒരേക്കറേ 60 സെന്റ്. ഞാൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച വരാം, നമുക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിൽ, ഭൂമിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഒരു 5 സെന്റ്. ആ തീരുമാനം അവിടെ അംഗീകരിച്ചു. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ 1 ലക്ഷം രൂപ എടുക്കാൻ പറ്റുന്ന ആളുകൾ, 50,000 രൂപ എടുക്കാൻ പറ്റുന്ന ആളുകൾ എടുത്തിട്ട് പറഞ്ഞു, അതെ കാശ് തരാൻ തിരിച്ചു. KVVES ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വനിതാ വിംഗ് പ്രതിനിധി പ്രീത, യൂണിറ്റ് ട്രഷറർ PS ഹംസ, രക്ഷാധികാരി സുന്ദരസ്വാമി, യൂത്ത് വിംഗ് പ്രതിനിധി അനിൽകുമാർ, സുബൈർ വാഴാലിപ്പാടം, സുരേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും ഓഡിറ്റും അവതരിപ്പിക്കുക. അത് മാത്രമല്ല, അടുത്ത 2 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ ഒരു കാര്യമാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ വ്യാപാരികളെ അവരുടെ സ്ഥാപനത്തിൽ ചെന്നുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം കൊണ്ട് അവരെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാൻ വ്യാപാരികളെ സംബന്ധിക്കുന്ന ഓരോ വിഷയങ്ങളുണ്ട്. അതിലിപ്പോൾ ഒന്നാണ് പഞ്ചായത്ത് ലൈസൻസ്. പഞ്ചായത്ത് ലൈസൻസ് നമ്മൾ ചെയ്യുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് അവർ പഞ്ചായത്ത് ലൈസൻസ് വാങ്ങി അത് പുതുക്കി അവരെ സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനം നമ്മളവിടെ നടത്തിയിട്ടുണ്ട്, ഈ കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലേബർ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് അവരറിയിച്ച് അത് യഥാസമയത്ത് അത് പുതുക്കി അവതരിപ്പിക്കുന്ന സംവിധാനം നമ്മൾ ചെയ്തു. അതുപോലെ ക്ഷേമനിധിയിൽ നിന്ന് ലഭിക്കുന്ന അർഹതമായ ആനുകൂല്യങ്ങൾ അത് അർഹതപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഈ കമ്മിറ്റി പ്രത്യേക താല്പര്യം എടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. KVVES ചേലക്കര കൺവീനർ സൈനുദ്ദീൻ യോഗത്തിന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകി. യൂണിറ്റ് സെക്രട്ടറി CS ഗീവർ സ്വാഗതവും ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദിയും രേഖപ്പെടുത്തി. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എഴുത്തുവർക്കാണെങ്കിൽ പണ്ട് എല്ലാ പല ഓഫീസുകളും ക്ലർക്ക് ഉണ്ടാവും, എല്ലാ കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തരത്തിലേക്ക് ഉയർച്ച പോലെയാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണ്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോടുകൂടി ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റായിരുന്നുകൊണ്ട് ഞങ്ങളെ നയിച്ച അബുക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെ വന്നിരിക്കുന്ന വിനോദ് കുമാർ സാറാണ്, KVS ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ അങ്ങോളം ഓടി നടന്ന് വ്യാപാരി വ്യവസായികളുടെ കഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ലീഡറാണ് വിനോദ് കുമാർ സാർ.